നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ചൂടിൽ നാടും നഗരവും. ആവേശ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികൾ. രാജാക്കാട്ടിൽ ലീഗ് കോൺഗ്രസ് പോരുമുറുകുന്നു. ലീഗ് ചോദിച്ച വാർഡ് കേരള കോൺഗ്രസിന് നൽകി കോൺഗ്രസ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്ന ശേഷം ഇന്ന് ഉച്ചവരെ ദർശനത്തിനായി എത്തിയത് 1,96,594 പേർ. മണ്ഡലകാല സീസൺ ആരംഭിച്ചിട്ടും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന കമ്പംമെട്ടിൽ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല. 6 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഇടത്താവളം ഇനിയും യാഥാർത്ഥ്യമായില്ല. ഹൈറേഞ്ചിലെ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി അനധികൃത നിർമ്മാണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള. ശാന്തൻപാറ ശാലോംകുന്ന മലമുകളിലും കുന്നിടിച്ച നിർമ്മാണം നടത്തുന്നതിനെതിരെ പരാതിയുമായി ഗ്രീൻ കെയർ കേരള. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ആദ്യം നോക്കാം പോരാട്ടം 2025. തെരഞ്ഞെടുപ്പ് ചൂടിൽ നാടും നഗരവും. ആവേശ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികൾ. രാജാക്കാട്ടിൽ ലീഗ് കോൺഗ്രസ് പോരുമുറുകുന്നു. ലീഗ് ചോദിച്ച വാർഡ് കേരള കോൺഗ്രസിന് നൽകി. ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥി രംഗത്തെത്താൻ സാധ്യത. വിവരങ്ങളുമായി ബ്ലസൻ ജോയ് ചേരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? വിഷ്ണുപ്രിയ, ലീഗ് കോൺഗ്രസ് പോര് രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലയിലെ UDFിൻ്റെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അനന്തമായി നീളുന്ന സാഹചര്യമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയെന്ന് പറയാം. ഇതിനോടൊപ്പമാണ് രാജക്കാടിലെ ലീഗ് കോൺഗ്രസ് പോര് പരിഹരിക്കാൻ കഴിയാതെ അനന്തമായി നീളുന്നതും. രാജക്കാട് ഗ്രാമപഞ്ചായത്തിൽ 9ാം വാർഡാണ് ലീഗ് ആവശ്യപ്പെട്ടത്. ഈ വാർഡിൽ LDF കാലക്കുട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനാർത്ഥിയായി CPIയിലെ പ്രിൻസ് മാത്യു ഇന്ന് ഇവിടെ 1ാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ ലീഗ് ആവശ്യപ്പെട്ട 9ാം വാർഡ് കേരള കോൺഗ്രസിലെ സിബി കൊച്ചുവാളാണ് നൽകിക്കൊണ്ട് പ്രഖ്യാപനം നടത്തി. എന്നാൽ വേണ്ട രീതിയിലുള്ള ലീഗിൻ്റെ ഒരു സഹകരണമില്ലാത്തതിനാൽ വേണ്ട രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം മുമ്പോട്ട് പോകുന്നത്. പ്രചരണം ആരംഭിച്ച് സീറ്റ് വിട്ട് നൽകേണ്ടി വന്നാൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് നിലവിൽ സ്ഥാനാർത്ഥിയായ കൊച്ചുവള്ളാട് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും നിലപാടിലാണ് ലീഗും നിലയുറപ്പിച്ചിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കാനാവാതെ ഒരു വിഷമവൃത്തത്തിലാണ് ഇപ്പോൾ കോൺഗ്രസും നിലകൊള്ളുന്നത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇതൊരു സമവായ ചർച്ച നടത്തുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം അനന്തമായി തന്നെ നീളുകയാണ്. അതേസമയം UDFിനുള്ളിലെ ചേരിപ്പോര് അനുകൂലമാക്കി രാഷ്ട്രീയ കരുതൽ നടത്തി ഉള്ള പ്രചരണത്തിന് മുൻതൂക്കം നൽകി മുമ്പോട്ട് പോകാനാണ് LDFിലെയും ധാരണ. വിഷ്ണുപ്രിയ, വിവരങ്ങൾ നൽകുകയായിരുന്നു ബ്ലസൻ ജോയ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പിടിക്കുന്നതിനായി ഇത്തവണ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രനെ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. LDF സ്ഥാനാർത്ഥികൾക്കൊപ്പം കിങ്ങിണി രാജേന്ദ്രനും പ്രചാരണ രംഗത്ത് സജീവമായി മുന്നേറുകയാണ്. വോട്ടർമാരുടെ വീടുകളിൽ നേരിട്ടെത്തിയാണ് വോട്ട് അഭ്യർത്ഥന. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ UDFും പ്രചാരണ രംഗം സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4ാം വാർഡിലാണുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ സ്ഥാനാർത്ഥി കിങ്ങിണി രാജേന്ദ്രൻ എന്ന് പറയുന്നത് കിങ്ങിണി ടീച്ചറാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ട് നിൽക്കുന്ന ആൾ കൂടിയാണ്. ടീച്ചറെ, എങ്ങനെയുണ്ട് പ്രചാരണ രംഗം? സജീവമായോ? പ്രചാരണ രംഗം വളരെ സജീവമാണ്. പ്രത്യേകിച്ച് രാജാക്കാട് പഞ്ചായത്തിൻ്റെ 4ാം വാർഡ് എന്ന് പറയുന്ന ആ വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. UDFിൻ്റെ കരുത്തറ്റ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വാർഡുകളും നല്ല രീതിയിൽ 1ാം ഘട്ടം പ്രവർത്തനം കഴിഞ്ഞു. ഇത്തവണ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് നിൽക്കുമ്പോൾ, മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു, ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തുമ്പം എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു അഭിമാന നിമിഷമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്, എനിക്ക് തോന്നിയിരിക്കുന്നതും. കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ 7 പഞ്ചായത്തിൻ്റെ ഒരു അധിപയായി എനിക്ക് ഭരിക്കുവാൻ എൻ്റെ UDFിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായിട്ട് നടത്തിയതാണ്. 2ാം ഘട്ടം ഞാൻ ഒരു പ്രതിപക്ഷ മെമ്പറാണെങ്കിൽ പോലും ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപരി സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ വാർഡ്, എൻ്റെ പഞ്ചായത്ത് രാജാക്കാട് പഞ്ചായത്താണ്. അതെനിക്ക് ഏറ്റവും തൊട്ടറിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് ഈ പ്രാവശ്യം ഞാൻ 4ാം വാർഡ് ഏറ്റെടുത്തിരിക്കുന്നു.
ആഗ്രഹിക്കുന്നു. രാജാക്കാട് പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് എനിക്കുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസം 100% എനിക്ക് ആത്മവിശ്വാസമാണ്. ഇനിയെല്ലാം മനസാക്ഷിയെ ചോദിച്ച മനസാക്ഷിയുടെ ഒരു വിലയിരുത്തലാണ് വേണ്ടത്. വോട്ട് എല്ലാവരുടെയും മനസ്സിലാണ്. UDFിൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുവാൻ വേണ്ടി ഈ രാജാക്കാട് പഞ്ചായത്തിൻ്റെ ഓരോ വാർഡിൽ നിന്നുള്ള ആളുകളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, നേരിട്ട് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞാൻ പൂർണ്ണ വിശ്വാസം എന്ന് പറയാൻ കാരണം. എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യവുമായിട്ടാണ് UDF മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി അവതരിപ്പിക്കുന്ന ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് കിങ്ങിണി ടീച്ചറിനെ UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും പ്രചാരണ രംഗം തകൃതിയായി നടക്കുകയാണ്. വിജയാശംസകൾ നേർന്ന് നമുക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടി പോകാം. ക്യാമറാമാൻ ബ്ലസൻ ജോയിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും 2ാം വാർഡ് സ്ഥാനാർത്ഥിയുമായി നിഷ രതീഷും ആവേശത്തോടെയാണ് 2ാം അംഗത്തിന് കച്ചമുറുക്കിയിരിക്കുന്നത്. ഇതുവരെ നടത്തിയ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനൊപ്പം ബാക്കിയുള്ളവ പൂർത്തീകരിക്കാൻ ഒരവസരം കൂടി വേണമെന്നാണ് നിഷ രതീഷിന്റെ അഭ്യർത്ഥന. വാർഡുകളിലടക്കം സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. രാജാക്കാട്ടിൽ ചില വാർഡുകളിൽ LDFും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. LDFിൻ്റെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. പ്രചാരണ പ്രവർത്തന രംഗം ഏറെക്കുറെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മോടൊപ്പം ഉള്ളത് നിഷ രതീഷാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങുന്നു. എന്താണ് തോന്നുന്നത്? നല്ല അഭിപ്രായം. ജനങ്ങളിലോട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കഴിഞ്ഞ 5 വർഷക്കാലം നല്ല രീതിയിൽ തന്നെ എനിക്ക് ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വീടുകളായിട്ടും റോഡുകളായിട്ടും വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യവും എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ജനങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ UDF വികസനത്തിന് ഇല്ലെങ്കിൽ വികസന പോരായ്മയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രസിഡന്റായിട്ട് കൂടി ഇരിക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് അല്ലേ? അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകളോട് പറയാൻ കഴിയുന്നത്? ആളുകളോട് പറയാൻ കഴിയുന്നത് നമ്മുടെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയും വരും കാലങ്ങളിലെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ശ്രദ്ധ കൂടുതൽ ചെലുത്തിക്കൊണ്ട് ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? 100%. എന്തായിരുന്നാലും 100% വിജയപ്രതീക്ഷയോട് കൂടിയാണ് നിഷ രതീഷ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്, വോട്ടർമാർക്കിടയിലേക്ക് ചെല്ലുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഇനിയും പൂർത്തീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ പൂർത്തീകരിക്കുന്നതിന് ഒരു അവസരം കൂടി തേടുകയാണ് നിഷ രതീഷ്. ക്യാമറാമാൻ ബ്ലസൻ ജോയിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. ഉപ്പുതറ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. 2 മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. ഇടതുപക്ഷം ജില്ലാ ബ്ലോക്ക് അടക്കം പ്രഖ്യാപനം നടത്തി. UDFിൽ ജില്ലാ ബ്ലോക്ക് ബാക്കിയാണ്. 2 ദിവസത്തിനകം പ്രഖ്യാപനം നടക്കും. UDF 18 വാർഡുകളിലെ നോമിനേഷൻ പൂർത്തിയാക്കി. അതോടൊപ്പം DMKയും കളം നിറയാനുള്ള ശ്രമത്തിനാണ്. 6 വാർഡുകളിലും ബ്ലോക്ക് ഡിവിഷനിലുമാണ് DMK മത്സര രംഗത്തുള്ളത്. ആദ്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം കേൾക്കാം. നൂറ് ശതമാനം വിജയമാണ്. കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് യാതൊരുവിധ തർക്കങ്ങളും UDFിനകത്ത് തർക്കങ്ങൾ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 100% UDF ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തിൽ LDF ഭരണകാലത്ത് അഴിമതികളും അതുപോലെ തന്നെ LDFിനകത്തുള്ള തർക്കങ്ങളും ഇന്ന് ജനങ്ങളുടെ മധ്യത്തിലേക്ക് തുറന്നു കാട്ടിക്കൊണ്ട് UDF സ്ഥാനാർത്ഥി ആയിക്കൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വയംഭരണ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാഗപ്പള്ളി ഉപ്പുതറ പഞ്ചായത്തിലാണ് ഇടതുമുന്നണി അതിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി. ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ അടക്കം ഇന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. UDF 18 വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി. ഇന്ന് നോമിനേഷൻ സമർപ്പണവും കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലാ ബ്ലോക്കുകൾ ബാക്കിയുണ്ട്. 2 ദിവസം പൂർത്തിയാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ DMK കളത്തിൽ നിറയുകയാണ്. 6 വാർഡുകളിലും ബ്ലോക്ക് ഡിവിഷനിലാണ് DMK മത്സരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിൽ. നന്ദി ഷിനു.
ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ പലയിടത്തും ഇതുവരെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. എന്നാൽ LDF ആകട്ടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണ രംഗത്ത് ഒരുപടി മുന്നിലാണ്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ സേനാപതി ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി ജെസി സാബു പ്രചാരണ രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പ് രംഗം ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും നമ്മളിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ സേനാപതി ഡിവിഷനിലാണ്. LDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്, ജെസി സാബു. ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണ രംഗത്തേക്ക് എത്തി. ആദ്യം തന്നെ LDF സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. എങ്ങനെയുണ്ട് പ്രചാരണ രംഗം? പ്രചാരണ രംഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഘട്ടം പ്രചാരണം കഴിഞ്ഞിരിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. നല്ല ജനപിന്തുണയുണ്ട് എന്നോടൊപ്പം. പിന്നെ കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും ജനം എന്നോടൊപ്പം നിന്നുകൊണ്ട് ഈ വർഷം നല്ല വിശ്വാസത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുകയാണ്. ആത്മവിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത്. LDFന്റെ ഒന്നാം ഘട്ട പ്രചരണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥി ആയിട്ടില്ല. പക്ഷേ ഇടതുപക്ഷം പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാ സ്ഥാനാർത്ഥികളെയും ഇറക്കി സജീവമായി തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എങ്ങനെയുണ്ട് വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ? വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു മനോഭാവമാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ അവർക്ക് ഇനി പിന്തുണ തരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല പിന്തുണയാണ് എന്നോടൊപ്പം. നല്ല പിന്തുണയുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇപ്പോൾ. അപ്പോൾ എന്തായിരുന്നാലും അത്തരത്തിലാണ് LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ അവിടേക്ക് ചെല്ലാൻ കഴിയില്ല. എന്നിരുന്നാലും മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടി നമുക്ക് യാത്ര തുടങ്ങാം. ക്യാമറാമാൻ ബ്ലസൻ ജോയിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. ശാന്തൻപാറ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF നേരത്തെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ LDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാൻ 2 ദിവസം കൂടി വേണ്ടിവരുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ശാന്തൻപാറ പഞ്ചായത്തിലെ 9 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചത്. ശാന്തൻപാറ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥി നിർണയം ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു. പ്രഖ്യാപനവും നടന്നു. 9 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത്. ശാന്തൻപാറ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് KD അജയ്കുമാർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിന്റെ ആവേശത്തിലാണ് BJP. പക്ഷെ അതല്ല, നമുക്ക് കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. ഈ കടന്നു വരുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒട്ടനവധി കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ ഭരണത്തിൽ കയറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. LDFൽ CPIയുമായുള്ള ചർച്ചകൾ CPIM തുടരുകയാണ്. UDF പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കുമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു. 1, 4, 7, 8, 9 വാർഡുകളിലാണ് ഇനി BJPക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ളത്. പ്രഖ്യാപിച്ച വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ യഥാക്രമം രമേശ് സെങ്കൻ, കണ്ണൻ, മോഹനൻ KK, ഉണ്ണി KM, സൗമ്യ അജയൻ, പുഷ്പലത MK, സരിത മോഹനൻ, രേഖ വിജയൻ, കണ്ണം രാംരാജ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. അടുത്ത ദിവസം തന്നെ 2ാം ഘട്ട പ്രഖ്യാപനം നടത്തുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് BJP. സിറ്റി വിഷൻ, പൂപ്പാറ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഗ്ലാമറസ് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും ക്യാമറാമാൻമാരും. കാലം മാറിയതിനനുസരിച്ച് കോലവും മാറണ്ടേ? ഗ്ലാമറസ് ഫോട്ടോ കണ്ടിട്ടെങ്കിലും കുറച്ച് വോട്ടിംഗ് പോരട്ടെ എന്ന മട്ടിലാണ് സ്ഥാനാർത്ഥികൾ. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികൾ സ്റ്റുഡിയോകൾ ബുക്ക് ചെയ്തു തുടങ്ങി. നിന്ന് തിരിയാൻ നേരമില്ലാത്തത്രയും തിരക്കിലാണ് ഫോട്ടോഗ്രാഫർമാരും. തെരഞ്ഞെടുപ്പ്
കാലം പ്രത്യേകിച്ച് സ്റ്റുഡിയോകൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. ഇവരിൽ പാക്കേജ് അടിസ്ഥാനത്തിൽ ഫോട്ടോയും റീൽസും ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നവരുമുണ്ട്. നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു തുക കയ്യിൽ കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് ഫോട്ടോഗ്രാഫർമാർ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി സ്ഥിരമായി ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോകളും ഇപ്പോൾ സജീവമാണ്. ഫോട്ടോ കണ്ടാൽ വോട്ടിംഗ് പോരണമെന്നാണ് സ്ഥാനാർത്ഥിയായ ബിജി സുനിലിന്റെ അഭിപ്രായം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയും പിന്നെ പോസ്റ്റർ അങ്ങനെയുള്ള പിന്നെ ഒത്തിരി വീടുകൾ കയറി അങ്ങനെയുള്ള രീതികളാണ് ഇപ്പം ചെയ്യുന്നത്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും മിന്നിത്തിളങ്ങാനുള്ള ത്രില്ലും സ്ഥാനാർത്ഥികളുടെ മുഖത്ത് കാണാം. യുവാക്കളെ ആകർഷിക്കാൻ കിടിലൻ പോസ്റ്റ് വേണമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. പോസ്റ്റുകളിലെ വ്യത്യസ്തത വോട്ടർമാരെ ആകർഷിക്കുമെന്നും സ്ഥാനാർത്ഥികൾ കരുതുന്നു. ഇൻഡോറിലും ഔട്ട്ഡോറിലുമാണ് ഇപ്പോൾ പ്രധാനമായും ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നത്. പ്രചാരണ തിരക്കിൽ പെടുന്നതിനു മുമ്പ് തന്നെ വ്യത്യസ്തമായ വീഡിയോകളും ഫോട്ടോകളും എടുത്ത വൈബാക്കി മാറ്റാനാണ് ക്യാമറമാൻമാരുടെ പരിശ്രമം. ഇനി ഡിസംബർ 13 ഫലം വരുമ്പോൾ അറിയാം ഗ്ലാമർ ഫോട്ടോയെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തോ എന്നത്. സിറ്റി വിഷൻ, രാജകുമാരി. ഇനി കാണാം ശരണമന്ത്രം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്ന ശേഷം ഇന്നുച്ചവരെ ദർശനത്തിനായി എത്തിയത് 1,96,594 പേർ. വീൽ ചെയർ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കണക്കാണിത്. നവംബർ 16 വൈകിട്ട് 5 നട തുറന്ന ശേഷം 53,278 പേരും, നവംബർ 17 98,915 പേരും, ഇന്നുച്ചയ്ക്ക് 12 വരെ 44,401 പേരുമാണ് അയ്യനെ കണ്ടു മടങ്ങിയത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ബുദ്ധിമുട്ടില്ലാതെ തൊഴുതു മടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. മണ്ഡലകാല സീസൺ ആരംഭിച്ചിട്ടും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന കമ്പംമെട്ടിൽ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല. 6 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഇടത്താവളം ഇനിയും യാഥാർത്ഥ്യമായില്ല. നിലവിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്ന കമ്മ്യൂണിറ്റി ഹാൾ പോലും സജ്ജീകരിക്കുവാൻ അധികൃതർക്കായിട്ടില്ല. ടൗണിൽ ഉൾപ്പെടുന്ന മേഖലയിൽ മലിനജലവും മാലിന്യവും കെട്ടിക്കിടന്ന പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴിയെത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് കമ്പംമെട്ട്. 10,000-കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഓരോ വർഷവും ഇതുവഴി കടന്നു പോകുന്നത്. എന്നാൽ വർഷങ്ങളായി അസൗകര്യങ്ങൾ മാത്രമാണ് കമ്പംമെട്ടിൽ അയ്യപ്പ ഭക്തരെ കാത്തിരിക്കാറ്. 6 വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച കമ്പംമെട്ട് ഇടത്താവളം പദ്ധതിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. 4 കോടി രൂപ അനുവദിച്ചിട്ട് നമ്മുടെ ഈ കമ്പംമെട്ട് ഇടത്താവളത്തിൽ ഒരു ലൈറ്റ് പോലോ അല്ല ഒരു വഴിവിളക്ക് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ വഴി സൈഡിൽ ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു ഇതും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ സർക്കാരിന്റെ അനാസ്ഥയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. പാർക്കിംഗ്, വിശ്രമ കേന്ദ്രം, വഴിവിളക്കുകൾ, ശൗചാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുവാൻ ലക്ഷ്യമിട്ട ശബരിമല ഇടത്താവളത്തിനായി 4 കോടി രൂപ 2019 ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നു. എന്നാൽ എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. സ്ഥലമേറ്റെടുത്തു നൽകിയെങ്കിലും സർക്കാർ ഉദാസീന മനോഭാവം കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു കരുതൽ നടപടിയില്ല, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുമില്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുമില്ല. കമ്പംമെട്ട് സിറ്റിയുടെ സൈഡിലുണ്ടായിരുന്ന കുറച്ച് പുല്ല് വെട്ടിക്കളഞ്ഞെന്നുള്ളതല്ലാതെ ഈ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ ആക്കിയിട്ടില്ല. അപ്പം നാളെ നാളെ തന്നെ വണ്ടികൾ വന്ന് കയറാൻ തുടങ്ങുവാണെങ്കിൽ ഈ സിറ്റിയുടെ ഒരു അലങ്കോലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അയ്യപ്പ ഭക്തർ കടന്നുപോകുന്ന പാതകളിൽ സൂചനാ ബോർഡുകൾ കാട് കയറി മറഞ്ഞ സ്ഥിതിയിലാണ്. പുതിയ ബോർഡുകൾ സ്ഥാപിക്കുവാനുള്ള നടപടികളും ഇഴയുന്നു. ഇതോടൊപ്പം ടൗണിൽ മലിനജലം ഒഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഇത്തവണയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർക്ക് കമ്പംമെട്ട് ദുരിതതാവളമായി മാറിയിരിക്കുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഹൈറേഞ്ചിലെ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി അനധികൃത നിർമ്മാണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള. ശങ്കരപാണ്ഡ്യൻമെട്ടിലെ നിർമ്മാണത്തിനൊപ്പം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ശാന്തൻപാറ, ശാലോംകുന്ന് മലമുകളിലും
കുന്നിടിച്ച നിർമ്മാണം നടത്തുന്നതിനെതിരെ പരാതിയുമായി ഗ്രീൻ കെയർ കേരള രംഗത്തെത്തി. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പരാതി നൽകിയാലും ഭൂമാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ചെങ്കുത്തായി ഉയർന്നു നിൽക്കുന്നതും പുൽമേടുകളായി നിലനിൽക്കുന്ന മൊട്ടക്കുന്നുകളും ഇടിച്ചു നിരത്തിയാണ് വൻതോതിൽ പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള നിർമ്മാണങ്ങൾ ഇപ്പോൾ തകൃതിയായി നടക്കുന്നത്. ഏറെ വിവാദമായ ചൊക്രമുടി കയ്യേറ്റത്തിന് ശേഷം ഇത്തരം നിർമ്മാണങ്ങൾക്ക് കുറവുണ്ടായെങ്കിലും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവ സജീവമായിരിക്കുകയാണ്. ചൊക്രമുടിയിൽ കയ്യേറ്റം നടത്തി ഭൂമി മുറിച്ചു വിറ്റ മാഫിയ സംഘം ശാന്തൻപാറ പഞ്ചായത്തിലെ ശങ്കരപാണ്ഡ്യൻമെട്ടിൽ ചെങ്കുത്തായ മല ഇടിച്ച റോഡ് നിർമ്മിക്കുകയും മറ്റു നിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇതിനെതിരെയും ഗ്രീൻ കെയർ കേരള പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ ഇവർക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥിതിയാണ്. സേനാപതി പഞ്ചായത്തിലെ സ്വർഗംമേട്ടിലും സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥ ഒത്താശയോടെ നിർമ്മാണം തകൃതിയായി നടക്കുന്നു. ഇവിടെ സർക്കാർ ഭൂമി കയ്യേറിയാണ് നിർമ്മാണമെന്ന പരാതി ഉയർന്നിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതോടൊപ്പമാണ് ഇപ്പോൾ വലിയ പരിസ്ഥിതി പ്രാധാന്യമുള്ള ശാന്തൻപാറ പഞ്ചായത്തിലെ ചാലംകുന്ന് മലനിരകളിൽ കുന്നിടിച്ചുള്ള നിർമ്മാണം നടക്കുന്നത്. ഇവിടെ പട്ടയമുണ്ടോ എന്നതുപോലും വ്യക്തമല്ല. വിഷയത്തിൽ കൃത്യമായി അന്വേഷണം വേണമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് സ്ഥലം സന്ദർശിക്കുകയും ഗ്രീൻ കെയർ കേരള സ്ഥലം സന്ദർശിച്ച് നേരിട്ട് ഞങ്ങൾ ഇത് ബോധ്യപ്പെട്ടതാണ്. പച്ച പുൽമേടുകളെല്ലാം തന്നെ അവർ ചെത്തി നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഭാവിയിൽ വളരെയേറെ പാരിസ്ഥിതികമായ ദോഷങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ പാറകളെല്ലാം തന്നെ സർക്കാരിൻ്റെയാണ്, റവന്യൂ പുറമ്പോക്കാണ് ഇതെല്ലാം. ഇതിൻ്റെ താഴ്വാരത്തിൽ എവിടെയെങ്കിലും ഒരു പട്ടയം കാണിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഈ മാഫിയകൾ കൈയടക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ വില്ലേജ് ശാന്തൻപാറ വില്ലേജ് ഓഫീസിൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കയറുന്ന ഈ കയ്യേറ്റത്തിന് തടയിടാനും ഇവർക്കെതിരെ ക്രിമിനൽ ചട്ടപ്രകാരമുള്ള കേസ് എടുത്തെങ്കിൽ മാത്രമേ ഈ കയ്യേറ്റ മാഫിയകളെ തടയാൻ സാധിക്കുകയുള്ളൂ. മഹാശിലായുഗ അവശേഷിപ്പുകളടക്കം നിലനിൽക്കുന്ന മലനിരകൾ ഭൂരിഭാഗവും മനുഷ്യവാസമില്ലാതെ കിടക്കുന്നതാണ്. പാറത്തരിശിന് സമാനമായി ഇവിടെ പട്ടയമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഹൈറേഞ്ചിന്റെ മലമുകൾ മുഴുവനും ഇടിച്ചു നിരത്തി നടത്തുന്ന നിർമ്മാണങ്ങൾ വരുംകാലത്ത് വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്നും ഇത്തരം നിർമ്മാണങ്ങൾ അടിയന്തരമായി തടയണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, പൂപ്പാറ. ചെറിയൊരിടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം രാജാക്കാട്ടിൽ നടന്നു. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കുടുംബസംഗമം എം.എം. മണി എം.എൽ.എയും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം.എസ്. അജി സമ്മേളന നഗറിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. രാജാക്കാട് ദിവ്യജ്യോതി അങ്കണത്തിൽ നിന്നും വിവിധ വാദ്യമേളങ്ങളുടെയും പ്ലോട്ടുകളുടെയും അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം എം.പി. ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. പ്രകടനം ടൗൺ ചുറ്റി സമ്മേളന നഗരിയായ രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ 5 നക്ഷത്ര ഹോട്ടൽ ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിലുള്ള പൈസ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ നില എത്രത്തോളം ഉയർന്നിരിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ ടൂറിസം പ്രൊമോഷൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് ഒന്നാമതായിട്ട് കണക്കൂട്ടാം. ഇടുക്കി വയനാട് പോലുള്ള ജില്ലകൾ ഒത്തു പറയുന്നുണ്ട്. ആദ്യത്തെ വിദേശ ടൂറിസ്റ്റുകൾ എറണാകുളം മാറുന്നുണ്ട്. കോവിഡ് വന്ന സമയത്ത് നമുക്കുണ്ടായ ദോഷം അതൊക്കെ ഇത്ര പെട്ടെന്ന് കവർ ചെയ്യപ്പെട്ടത്. കുടുംബസംഗമം എം.എം. മണി എം.എൽ.എയും ഉദ്ഘാടനം ചെയ്തു. വില വർദ്ധിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വ്യക്തിത്വ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഫലത്തിൽ രാജ്യത്ത് ഒരുപാട് സംഘടനകളുണ്ടെങ്കിൽ ജില്ലാ പ്രസിഡന്റ് എം.എസ്. അജി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കെ.എം. ജോർലി സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി പി.കെ. മോഹനൻ നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. KHRA സംസ്ഥാന സെക്രട്ടറി ജെ. ജയപാൽ സംഘടനാ റിപ്പോർട്ടിംഗ് നടത്തി. വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് മായ സുനിൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P.J. ജോസഫ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ. സുനിൽ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ വരണാധികാരിയായി. ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും പ്രഖ്യാപനവും നടന്നു. തുടർന്ന് വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളിയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്. ഉപ്പുതറ, കരിന്തെരുവി, അമ്പലപ്പാറ, തപോഗിരിയിൽ ആയിരക്കണക്കിന് ഭക്തർ മല ചവിട്ടി. പതിവിലും കവിഞ്ഞ ഭക്തജന തിരക്കാണ് ഈ വർഷമുണ്ടായത്. ശുഭാനന്ദ ഗുരുദേവന്റെ തപസ് പൂർത്തീകരണത്തിന്റെ 111ാം വാർഷിക ദിനത്തിലാണ് പതിനായിരങ്ങൾ മല ചവിട്ടിയത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് അമ്പലപ്പാറ തപോഗിരി. ഇരുമുടിക്കെട്ടുമേന്തിയാണ് ഇവിടെ ഭക്തർ മല കയറിയെത്തുന്നത്. വർഷം മുമ്പ് ശുഭാനന്ദ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച ഉപ്പുതറ പഞ്ചായത്തിലെ അമ്പലപ്പാറയിലുള്ള പുന്നമര ചുവട്ടിലായിരുന്നു. 111 വർഷം മുമ്പത്തെ വൃശ്ചിക പുലരിയിലാണ് ശുഭാനന്ദന് തപോദയം ഉണ്ടാവുകയും തപസ് പൂർത്തീകരിച്ചതും. ഇതിനുശേഷമാണ് അമ്പലപ്പാറ തപോഗിരി പുണ്യഭൂമിയായി മാറിയത്. 41 ദിവസത്തെ വ്രതമെടുത്താണ് ഭക്തർ മല ചവിട്ടുന്നത്. ലിംഗവ്യത്യാസമില്ലാതെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ് ഭക്തർ ശുഭാനന്ദ സന്നിധിയിലെത്തുന്നത്. ഇരുമുടിക്കെട്ടുമേന്തി ഭക്തർ ഗുരുദേവ ദർശനത്തിന് എത്തുമ്പോൾ ഓരോ വർഷം കഴിയും തോറും ഭക്തജന തിരക്ക് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 6-ന് ആരംഭിച്ചു. ഈ വർഷം വൃശ്ചികം 1-ന് മാത്രം മല ചവിട്ടിയത് 10,000-ലധികം ഭക്തരാണ്. സിറ്റി വിഷൻ ഉപ്പുതറ. മുരിക്കുംതട്ടി മൗണ്ട് ഫോർട്ട് വാലി സ്കൂളിൽ ശിശുദിനാഘോഷവും ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനവും നടന്നു. ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം ഹാരിസൺ പ്ലാന്റേഷൻ സീനിയർ മാനേജർ നാടമുറിച്ച് നിർവഹിച്ചു. ശിശുദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ വിപുലമായ പരിപാടികളാണ് മുരിക്കുംതൊട്ടി മൗണ്ട് ഫോർട്ട് വാലി സ്കൂളിൽ സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ സദസ്സിൽ അധ്യാപകരുടെ ദൃശ്യ കലാവിരുന്ന് ഏറെ ശ്രദ്ധേയമായി. തങ്ങളുടെ അധ്യാപകരുടെ മികച്ച പ്രകടനം കുട്ടികൾക്ക് പുതിയൊരു അനുഭവവും പകർന്നു നൽകി. തുടർന്ന് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം ഹാരിസൺ പ്ലാന്റേഷൻ സീനിയർ മാനേജർ നാടമുറിച്ച് നിർവഹിച്ചു. ചിത്രകലാ അധ്യാപകനായ ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ കുമാരി സഖാന, കുമാരി ധ്യാന, കുമാരി ദേവി ബാല, കുമാരി സായി ശ്രീ,
കുമാരി ആയുഷി ജി അരുൺ, കുമാരി ലത, മാസ്റ്റർ അനന്തകൃഷ്ണൻ, മാസ്റ്റർ ജോഹാൻ ജിബി, മാസ്റ്റർ ശരത്ത് എന്നിവരുടെ കരവിരുതിൽ തെളിഞ്ഞ വാട്ടർ കളറിംഗ്, പെൻസിൽ ഡ്രോയിങ്, പെയിന്റിംഗ്, ഓയിൽ പെയിന്റിംഗ്, മൂറൽ പെയിന്റിംഗ് തുടങ്ങിയ ചിത്രങ്ങളാണ് ആർട്ട് ഗ്യാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷിതാക്കളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ രചനകൾ കാണുവാനും എത്തിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ അമൽ അഹമ്മദ്, ശാന്തൻപാറ ഇൻഫന്റ് ജീസസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ റോഷി റോബർട്ട്, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. കേരള സംസ്ഥാന വടംവലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉഴവൂരിൽ വെച്ച് നടത്തിയ സംസ്ഥാന മത്സരത്തിൽ അണ്ടർ-13, അണ്ടർ-15 മത്സരത്തിൽ 1ാം സ്ഥാനം നേടി നാടിന് അഭിമാനമായി മാറിയ ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉപ്പുതറ പാലം ജംഗ്ഷനിലും പഞ്ചായത്ത് ഓഫീസ് പടിക്കലും അനുമോദനം നൽകി. സംസ്ഥാനതല വടംവലി മത്സരത്തിൽ അണ്ടർ-13 ആൺകുട്ടികൾ, അണ്ടർ-15 ആൺകുട്ടികൾ, അണ്ടർ-15 പെൺകുട്ടികളുടെ മത്സര ഇനങ്ങളിലും കുട്ടികൾ മത്സരിച്ചു. ആൺകുട്ടികളുടെ 2 വിഭാഗത്തിലും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പാലം ജംഗ്ഷനിൽ ആവേശകരമായ സ്വീകരണം നൽകി. മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി ഷീല രാജൻ മധുരം വിതരണം നടത്തി. MA സുനിൽ, ക്രിസ്റ്റി, സ്കൂൾ പ്രധാന അധ്യാപകൻ ഹെമിക് ടോം, ഫാദർ ജിനു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രസിഡന്റ് KJ ജെയിംസ് അനുമോദനം നൽകി. വിവിധ കക്ഷി നേതാക്കളായ P നിക്സൺ, അഡ്വക്കേറ്റ് ബിജു ചെമ്പ്ളാവൻ എന്നിവരും പങ്കെടുത്തു. ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്നും വിജയികൾക്ക് ലഭിച്ച ട്രോഫികളും മെഡലുകളുമായി വിദ്യാർത്ഥികൾ ടൗണിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തി. NCC കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. നിരന്തരമായി കുട്ടികളുടെ കഠിനാധ്വാനത്തിന്റെ അംഗീകാരമാണ് സംസ്ഥാന തലത്തിൽ 1ാമതെത്താനായത്. റോബിൻസ് ജോസഫ്, വിഷ്ണു KU എന്നിവരാണ് ജില്ലാതല മത്സരങ്ങളിലും കേരളോത്സവം ഓണത്തോടനുബന്ധിച്ച് നടത്തിയ വടംവലി മത്സരങ്ങളിലും മികച്ച പ്രകടനങ്ങളാണ് കുട്ടികൾ നടത്തിയത്. PTA പ്രസിഡന്റ് ടോമി ജോസഫ്, ജോജോ ജോസഫ്, ജോസ് ടോം, ഷിബു ജോസഫ്, ജോജു ജോസഫ്, അരുൺ പൊടിപാറ, ഷിജോ ഫിലിപ്പ്, ഷൈനി റോബിൻ, അനിത ബിനു എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഉപ്പുതറ. പീരുമേട് സബ് ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി 3ാം തവണയും മികച്ച വിജയം നേടി നാടിന്റെ അഭിമാനമായി മാട്ടുത്താവളം സാൻ സെബാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ. 2023 ഓവറോൾ കിരീടവും 2024-2025 വർഷങ്ങളിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആകുവാനും ഇവിടുത്തെ കുട്ടികൾക്കായി കുട്ടികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ മികച്ച പരിശീലനവും കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മേരി മാത്യു പറഞ്ഞു. 2023 വർഷത്തിൽ ഫുൾ A ഗ്രേഡും 2024 12 A ഗ്രേഡും 1 B ഗ്രേഡും 2025 11 A ഗ്രേഡും 2 B ഗ്രേഡും നേടിയാനായി. ഈ വർഷത്തെ കലോത്സവത്തിൽ 65-ൽ 61 മാർക്ക് നേടി ഫസ്റ്റ് റണ്ണറപ്പ് ആകാനും സാധിച്ചു. അധ്യാപകരായ ബീന അനിൽകുമാർ, സിജി നൈനാൻ, ടിൻസി മാത്യു, റിയ തോമസ്, നീതു രതീഷ് എന്നിവരാണ് കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,335 രൂപ, പവന് 90,680 രൂപ, വെള്ളി ഗ്രാമിന് 170 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് ചൂടിൽ നാടും നഗരവും. ആവേശ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികൾ. രാജാക്കാട്ടിൽ ലീഗ് കോൺഗ്രസ് പോരുമുറുകുന്നു. ലീഗ് ചോദിച്ച വാർഡ് കേരള കോൺഗ്രസിന് നൽകി കോൺഗ്രസ്.
മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്ന ശേഷം ഇന്ന് ഉച്ചവരെ ദർശനത്തിനായി എത്തിയത് 1,96,594 പേർ. മണ്ഡലകാല സീസൺ ആരംഭിച്ചിട്ടും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന കമ്പംമെട്ടിൽ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല. 6 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഇടത്താവളം ഇനിയും യാഥാർത്ഥ്യമായില്ല. ഹൈറേഞ്ചിലെ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി അനധികൃത നിർമ്മാണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ശാന്തൻപാറ ശാലോംകുന്ന മലമുകളിലും കുന്നിടിച്ച നിർമ്മാണം നടത്തുന്നതിനെതിരെ പരാതിയുമായി ഗ്രീൻ കെയർ കേരള. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.